ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പറയാൻ പോണത്. അങ്ങനെ ശ്രുതി വീണ്ടും കള്ളം പറഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി നിൽക്കുകയാണ്. വേറൊന്നുമല്ല, ശ്രുതിക്ക് മനസ്സിലൊരു സമാധാനമില്ല. എന്താണ്, അഞ്ജലി ചേച്ചിക്ക് തന്നെ കാണുമ്പോഴൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. പിന്നെ അശ്വിൻ സാറായിട്ടുള്ള കോൺട്രാക്ട് മാരേജിൻ്റെ ദിവസവും കഴിയാനായല്ലോ. ഇനി താൻ അവിടെ നിൽക്കുന്നത് എന്തിനാണ് എന്നാണ് ശ്രുതി ആലോചിക്കുന്നത് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും അമ്മായിയുടെ അടുത്തേക്ക് പോണത്. ശ്രുതിനെ കാണുമ്പോൾ തന്നെ അമ്മായി ചോദിക്കേണ്ടേ, എടി ശ്രുതി, നീ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ വരുന്നത്? ഒരു പ്രശ്നമില്ല അമ്മായി, എനിക്ക് എൻ്റെ അമ്മായിനെ കാണാൻ തോന്നിയോണ്ട് വന്നോണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അശ്വിൻ വരുന്നുണ്ട്. അമ്മായിനെ കാണാൻ ശ്രുതി സമ്മതിക്കുന്നില്ല. അശ്വിൻ തിരിച്ചു പോകുമ്പോൾ അമ്മായിനെ ഫോൺ വിളിക്കാൻ വേണ്ടി മുത്തശ്ശി പറയുമ്പോഴേക്കും അശ്വിൻ ഫോൺ വിളിക്കുമ്പോൾ ശ്രുതി അമ്മായിയുടെ സൗണ്ടിൽ അതേ സൗണ്ടിൽ തന്നെ മുത്തശ്ശി എടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് കണ്ടത്. ഇനി നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോണത് നമ്മുടെ അശ്വിൻ വീണ്ടും ശ്രുതിയുടെ വീട്ടിലേക്ക് പോകുക കേട്ടോ. എന്താ അമ്മായിയുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട്. പക്ഷെ വേറൊന്നല്ല, അശ്വിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലൊക്കെ ശ്രുതിനെ ഒന്നും കൂടി കാണണം. ശ്രുതി അമ്മായിക്ക് അസുഖം കുറവാണെങ്കിൽ ശ്രുതിനെ തിരിച്ചു കൊണ്ടുവരാലോ. അതൊക്കെയാണ് നമ്മുടെ അശ്വിൻ്റെ മനസ്സിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അശ്വിൻ വീണ്ടും അവിടേക്ക് പോവാണ്. ആ സമയത്ത് അമ്മായിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്ഥലത്ത് അവിടെ നിൽക്കായിരിക്കും കേട്ടോ. ആ സമയത്താണ് ശ്രുതി ആ കാഴ്ച കാണുന്നത്. അശ്വിൻ്റെ കാർ വീണ്ടും അമ്മായിയുടെ വീട്ടുമുറ്റത്ത് നിൽക്കുകയാണ്. ആ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അശ്വിനെ ശ്രുതി വിളിക്കുന്നുണ്ട്. ഹലോ ശ്രുതി. അശ്വിൻ സാറിപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ തൻ്റെ അമ്മായിയുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. സാർ എന്തിനാ സാർ ചോദിക്കാതെയും പറയാതെയൊക്കെ ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ ശ്രുതി, എനിക്കിവിടെ വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ, അല്ല സാർ, ഞങ്ങളിപ്പോൾ അവിടെ ഇല്ല സാർ എന്ന് പറയാണ്. ഇവിടെ ഇല്ലെന്നോ? നിങ്ങളിത് എവിടെ പോയിരിക്കുക? അമ്മായിക്ക് പെട്ടെന്ന് അസുഖം കൂടി, ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. അതെയോ, ഏത് ഹോസ്പിറ്റലാണ്? ഞാൻ അങ്ങോട്ടേക്ക് വരാം. അയ്യോ സാർ, ഞങ്ങളിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ കുറച്ച് സമയം എടുക്കും അവിടെ എത്താൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വൈദ്യശാലയിലൊക്കെ പോകണം. അതുകൊണ്ട് സാർ തിരിച്ചു പോയിക്കോ. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് വീട്ടിലെത്തുമ്പോഴേക്ക് സാറിന് ഞാൻ വിളിക്കാം. അപ്പോൾ വന്നാൽ മതി. ശ്രുതി, ഞാൻ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ വരാം, വേണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാം. വേണ്ട സാർ, സാറിന് എന്തിനെങ്കിലും ബുദ്ധിമുട്ടുന്നത്? ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ഞങ്ങൾ അവരുടെ കൂടെ വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ പതുക്കെ തടി തപ്പുവാണ്. അശ്വിൻ ശരി എങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കുന്ന പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ഇങ്ങനെ സമാധാനമായി രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറയാണ്. ശേഷം അശ്വിൻ വീണ്ടും ശ്രുതിനെ വിളിക്കുകയാണ്. ഹലോ, എന്താ അശ്വിൻ സർ? അല്ല, ഡോക്ടറെ കണ്ടു ശ്രുതി? ഇല്ല, ഡോക്ടറെ കാണാൻ പറ്റില്ല അശ്വിൻ സാർ, ഡോക്ടർ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയാണ്. ആണോ, ശരി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഫോൺ വെക്കുകയാണ്. ശേഷം അശ്വിൻ ഒരു ഡോക്ടർ, അവരുടെ കുടുംബ ഡോക്ടറെ വിളിക്കുക കേട്ടോ. ഹലോ ഡോക്ടർ, ഡോക്ടർ തിരക്കല്ലെങ്കിൽ വരാമോ എന്ന് ചോദിച്ചിട്ട് അമ്മായിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഡോക്ടർ അമ്മായിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. തൊട്ടു പിന്നാലെ അശ്വിനും വരുന്നുണ്ട്. ശ്രുതി അങ്ങനെ സമാധാനത്തോടുകൂടി അമ്മായിയുടെ അടുത്തേക്ക് ഇരിക്കട്ടെ. അമ്മായി നല്ല ഉറക്കമാണ്. ശ്രുതി അവിടെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും ആരോ ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കാണ്. ഈശ്വര, ഇതാരെ ഈ സമയത്ത് ബെല്ലടിക്കണത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം വാതിൽ തുറക്കുമ്പോഴേക്കും പരിചയമില്ലാത്തൊരു മുഖം. ആരാ മനസ്സിലായില്ല എന്ന് ശ്രുതി പറയാണ്. അത് ഞാൻ ഡോക്ടറാണെന്ന് പറയാണ്. ഡോക്ടറോ എന്ന് പറയുമ്പോൾ തൊട്ട് പുറകെ നിന്ന് അശ്വിനും വരുന്നുണ്ട്. അതേ ശ്രുതി, ഞാൻ കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് അമ്മായിട്ട് ശ്രുതി പോയപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ടിട്ടാണ് ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടെന്ന്. അയ്യോ സാർ എന്ത് പണിയാ കാണിച്ചത്? ഇദ്ദേഹത്തിന് വേഗം പറഞ്ഞേക്കൂ സാർ എന്ന് പറയാണ്. ശ്രുതി, നീ എന്തൊക്കെയാ പറഞ്ഞത്? ഡോക്ടർ അമ്മായിനെ നോക്കാൻ വേണ്ടി വന്നതാണ്, പരിശോധിക്കാൻ വേണ്ടി വന്നത്. അതെന്നെയാ സർ പറഞ്ഞത്. ഇദ്ദേഹത്തിന് വേഗം പറഞ്ഞേക്കും, അമ്മായിക്ക് ഇനിയിപ്പോൾ ഡോക്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. ശ്രുതി, അത് നീ തീരുമാനിച്ചാൽ മതിയോ? അത് വേറൊന്നുമില്ല സർ, അമ്മായി ഉറങ്ങുവാണ്, നല്ല ഉറക്കമാണ്, അമ്മായിനിപ്പോൾ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് ശരിയല്ല സർ എന്ന് പറയാണ്. അശ്വിൻ ഡോക്ടറോട് പറയുന്നുണ്ട്. ഡോക്ടർ സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞോ എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിൻ ചോദിക്കണല്ല, ഈ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ബ്ലഡ് പ്രഷറും ഷുഗറും എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഡോക്ടറോട് അശ്വിൻ ചോദിക്കുമ്പോഴേക്കും അശ്വിനോട് ഡോക്ടർ പറയണ്ട, അതിനെന്താ, ഉറങ്ങിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പറ്റും എന്ന് ഡോക്ടർ പറയാട്ടോ. അങ്ങനെ ഡോക്ടർ അമ്മായിയുടെ റൂമിലേക്ക് പോയി അമ്മായിനെ പരിശോധിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ശ്രുതി പറയണ്ട, അമ്മായിക്ക് നല്ല വയറുവേദനയാണ് സർ എന്ന് പറയാണ്. അശ്വിൻ പറയണ്ട, ഡോക്ടർ എന്നാൽ വയറ് പരിശോധിക്കുക സർ ഡോക്ടർ എന്ന് പറയാണ്. പെട്ടെന്ന് ശ്രുതി പറയുന്നുണ്ട്, അത് അശ്വിൻ സാർ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് വയറൊക്കെ പരിശോധിക്കണത്? സാർ അപ്പുറത്ത് പോയി. ഓ സോറി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അപ്പുറത്തേക്ക് പോവാണ്. ശേഷം വാതിൽ ശ്രുതി അടയ്ക്കുന്നുണ്ട്. ഡോക്ടറോട് പറയാണ്, അമ്മായിക്ക് ഒരു അസുഖമില്ല ഡോക്ടർ, അമ്മായിക്ക് ഡിപ്രഷൻ. പുറത്ത് നിൽക്കുന്ന ആളില്ലേ, അയാളുടെ ഭാര്യയാണ് ഞാൻ. എന്നെ ഇവിടെ നിർത്താൻ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല സർ. ഞാനതുകൊണ്ട് അമ്മായിക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് കള്ളമായിട്ട് ഇവിടെ വന്നേക്കുന്നത്. ശരിക്കും അമ്മായിക്ക് വയറുവേദനയില്ല, ക്ഷീണമില്ല, അമ്മായിയുടെ മനസ്സിനാണ് കുഴപ്പം. അമ്മായിക്ക് 2 മക്കളുണ്ടായിരുന്നു, ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ കല്യാണം ആർഭാടമായിട്ട് നടത്തി. അവനിപ്പോൾ ഭാര്യയുടെ വാലിൽ തൂങ്ങി അവളുടെ കൂടെ പോയി. പിന്നെ ഒരു പെൺകുട്ടിയുണ്ട്, അവളാണെങ്കിൽ ഇവിടെ വരുന്നേ ഇല്ല. അതൊക്കെ ആഴ്ച അമ്മായിക്ക് ആകെ വിഷമമായിട്ട് അമ്മായി വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോവാണ് സർ. ഇതൊക്കെ ഞാൻ അവർ വേറെ ആർക്കെങ്കിലും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. പക്ഷെ സാറ് ഡോക്ടർ ആയതുകൊണ്ട് ഡോക്ടർക്ക് എല്ലാം മനസ്സിലാവും. അതുകൊണ്ട്
അതുകൊണ്ടാണ് ഡോക്ടർ സാറേ ഞാൻ എല്ലാ സാറിനോട് പറഞ്ഞത്. ഓ നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ സർ ഡോക്ടർ സർ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതിനെന്താ ഞാൻ സഹായിക്കാമല്ലോ, ഞാൻ എന്ത് സഹായമാണ് വേണ്ടത്, എനിക്ക് അമ്മയുടെ കൂടെ കുറച്ച് ദിവസം കൂടെ നിന്നാൽ കൊള്ളാമെന്നുണ്ട്. ഡോക്ടർ ഒന്ന് പുറത്ത് നിൽക്കുന്ന ആ കടലമിട്ടായടുത്ത് പറയാവോ, അമ്മയുടെ കൂടെ ഞാനിവിടെ നിന്നോട്ടെ, അമ്മായിക്ക് ഇപ്പോൾ പരിചരണം ആവശ്യമാണ്, അമ്മായിക്ക് സുഖമില്ല എന്നൊക്കെ പറയാവോ. ശരി ഞാൻ അങ്ങനെ ചെയ്യാം, ഒരാളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് മരുന്നുകൾ എഴുതിത്തരാം, അത് വിറ്റാമിൻ ടാബ്ലറ്റ്സ് ആണ്, അത് അമ്മായിക്ക് കൊടുക്കൂ, ഒരു ആശ്വാസം കിട്ടും. പിന്നെ ആ വിറ്റാമിൻ ടാബ്ലറ്റ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒരിക്കലും അശ്വിൻ സാറാമിൻ്റെ കയ്യിൽ കൊടുക്കരുത്. അയാൾ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയി മെഡിസിൻസ് വാങ്ങിച്ച് അവർ പറയും ഇത് വെറും ഒരു വിറ്റാമിൻസ് ആണെന്ന്, അതോടുകൂടി തന്നെ കള്ളം പൊളിയും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ കുറിപ്പ് അശ്വിൻ സാറിൻ്റെ കയ്യിൽ കൊടുക്കരുതെന്ന് ഡോക്ടർ പറയണം. ശരി ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറയണ്ട. അങ്ങനെ ഡോക്ടർ പരിശോധിച്ച പോലെ റൂമിന് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ അശ്വിൻ ചോദിക്കണ്ടേ എന്തായി ഡോക്ടർ, എങ്ങനെയുണ്ട് ഡോക്ടർ അമ്മായിക്കും ചോദിക്കുമ്പോൾ മിസ്റ്റർ അശ്വിൻ സാരം അവർക്ക് നല്ല റെസ്റ്റ് ആവശ്യമാണ്, അവർക്ക് തീരെ വയ്യ, നിങ്ങളുടെ വൈഫല്ലേ ഇത്, ഒരു കാര്യം ചെയ്യട്ടെ അവർ 2-3 ദിവസം ഇവിടെ നിന്നോട്ടെ എന്ന് പറയാണ്. അതിനെന്താ അവളിവിടെ നിന്നോട്ടെ എന്ന് അശ്വിനും പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി അവിടെ നിൽക്കാൻ വേണ്ടി അശ്വിൻ സമ്മതിക്കുകയാണ്. ശേഷം ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഡോക്ടർ പോയി കഴിയുമ്പോഴേക്കും വേഗം തന്നെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ കുറിപ്പ് തട്ടിപ്പറിച്ച് വാങ്ങിക്കണം അശ്വിൻ. ഞാൻ ഈ മരുന്ന് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ വേണ്ട നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചോളെന്ന് പറയാണ്. ശ്രുതി വേറെ തർക്കിക്കണ്ട, ഞാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയാണ്. വേണ്ട സർ ഞാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതി നമ്മൾ തട്ടിപ്പറിച്ച് വാങ്ങിക്കുമ്പോൾ ശ്രുതി ആ തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നത് വീണ്ടും അശ്വിൻ്റെ കയ്യിൽ തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നുണ്ടോ, ഇത് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറയാണ്. ഓഹോ നീ വാങ്ങിച്ചോളൂ, ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറയാണ്. പെട്ടെന്ന് അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി വരും കേട്ടോ. നോക്കുമ്പോൾ അടുത്തൊന്നും ആയില്ലാത്തത് കൊണ്ട് തന്നെ അശ്വിൻ വേഗം ശ്രുതിക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ്. ശ്രുതി ആകെ ഷോക്കായി പോവാട്ടോ. എന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട് അതെ നിനക്കൊരിക്കലും എന്നെ തോൽപ്പിക്കാനാവില്ല കണ്ടില്ലേ എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ ശ്രുതിനൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ശേഷം ശ്രുതി അവിടെ നിന്ന് പോകുമ്പോഴേക്കും അശ്വിൻ വേഗം തന്നെ ശ്രുതിയുടെ ഷോളിൽ പിടിച്ചിങ്ങനെ വലിക്കുകയാണ്. ശ്രുതിക്ക് വല്ലാത്ത പോലെ തോന്നും കേട്ടോ. ശേഷം വീണ്ടും അശ്വിനൊരു ഉമ്മ കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ്. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത വിഷമമൊക്കെ തോന്നുന്നുണ്ട്. വേറൊന്നുമല്ല ഇത്രയൊക്കെ തന്നെ സ്നേഹിക്കുന്ന ആളെ താനിങ്ങനെ അവോയ്ഡ് ചെയ്യുകയാണല്ലോ എന്ന് ആലോചിച്ചു. പക്ഷേ അവോയ്ഡ് ചെയ്തേ പറ്റൂ, കാരണം ആ വീട്ടിലെല്ലാവർക്കും താനുള്ളത് കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. തൻ്റെ ചേച്ചിയുടെ കുടുംബജീവിതം പോലും നശിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താനും അശ്വിൻ സാറും തമ്മിലുള്ള പ്രശ്നം കാരണം ചേച്ചിയുടെ കുടുംബജീവിതം തകരാണ് എന്നൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ ശ്രുതി മാക്സിമം ഇപ്പം സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അതേസമയം ശ്യാം വീണ്ടും അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അഞ്ജലിനെ രഹസ്യമായിട്ട് കാണാനൊക്കെ വരുന്നുണ്ട്. അഞ്ജലിയും കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ വീട്ടുകാരെ അറിയാതെയാണ് അഞ്ജലി ശ്യാമിനെ കാണുന്നതൊക്കെ ചെയ്യണത്. പക്ഷെ മനോരമ ചെറുതായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. ഒരു ദിവസം മനോരമ അഞ്ജലിയുടെ റൂമിൽ പോകുമ്പോൾ അഞ്ജലി ജനലരികിൽ നിന്നിട്ട് ആർത്ത് സംസാരിക്കുന്നത് കാണുന്നുണ്ട്. പെട്ടെന്ന് മനോരമ വന്ന് നോക്കുമ്പോഴേക്കും ജനലരികിൽ നിന്ന് ആൾ പോവാണ് കേട്ടോ. മനോരമ ചോദിക്കണ്ടല്ല ആരാ വന്നേന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി അത് ആരുമില്ല ഞാൻ ഫോണിൽ സംസാരിക്കുക എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടേക്ക് തന്നെ അഞ്ജലിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അപ്പം മനോരമക്ക് മനസ്സിലാവും കള്ളം പറഞ്ഞതാണെന്ന്. അങ്ങനെ മനോരമക്ക് സംശയം തോന്നുവാണ് അഞ്ജലി വീണ്ടും ശ്യാമായിട്ടുള്ള ബന്ധം പുതുക്കുന്നുണ്ടോ എന്നൊരു സംശയം നമ്മുടെ മനോരമക്കും തോന്നാട്ടോ. അങ്ങനെ നല്ല അടിപൊളി ഭാഗമായിട്ട് നാളത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.